നമസ്കാരം. നമുക്ക് മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ പാണ്ഡവരെ കണ്ടതിന് ശേഷം ശ്രീകൃഷ്ണനും അനുയായികളും തിരിച്ചുപോയി. നാട്ടിലേക്ക് വന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് രാജഭരണം നടത്താൻ പറഞ്ഞ് ജനങ്ങളെല്ലാം യുധിഷ്ഠിരനെ വീണ്ടും സമീപിച്ചു. അപ്പോൾ അവരെയൊക്കെ സമാധാനത്തോടെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി നിങ്ങൾ ജീവിക്കൂ, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ജനങ്ങളെ അദ്ദേഹം മടക്കി അയച്ചിട്ട് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി ആൾ സഞ്ചാരം കുറഞ്ഞ വനപ്രദേശത്തേക്ക് പോകാം. ഇവിടെ തന്നെ നിന്നാൽ വീണ്ടും വീണ്ടും ആളുകൾ കൂടുതൽ വരും. അപ്പോൾ അത് നമ്മുടെ സ്വൈരമായ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ തടസ്സമാകും. അവരെപ്പോഴും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പം അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള വനാന്തർ ഭാഗത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അടുത്തത് ദ്വൈതവനമാണ്. അവിടെ നല്ല ശുദ്ധജല തടാകമുണ്ട്, ധാരാളം പൂക്കളും പഴവർഗ്ഗങ്ങളും എല്ലാം യഥേഷ്ടമുണ്ട്. നമുക്ക് എനിക്ക് അവിടെ വലിയ ഇഷ്ടമാണ്, ചേട്ടൻ അവിടെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡവരും അഗ്നിഹോത്രിയും മറ്റ് താപസന്മാരും എല്ലാവരുമായിട്ട് അവർ ദ്വൈതവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ വീണ്ടും പൂജയും സ്നാനവും ഒക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടി. ഒരു ദിവസം സന്ധ്യാസമയത്ത് പാണ്ഡവരും ദ്രൗപദിയും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ അനുജന്മാരുടെ പലവിധ അഭിപ്രായങ്ങളും എല്ലാം കേട്ട് ദ്രൗപദിയുടെ അഭിപ്രായവും എല്ലാം കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ ഇരുന്നു. അപ്പം ദ്രൗപദി പറഞ്ഞു, എന്നാൽ എന്തൊരു ക്രൂരനാണ് ഈ ദുര്യോധനൻ, എന്തൊരു ദുഷ്ടനാണ് ഈ ദുര്യോധനൻ. നമ്മളെ മാൻതോൽ ഉടുപ്പിച്ച് ഈ വനത്തിലൂടെ നമ്മൾ അലഞ്ഞു തിരിയുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നു. അവന് യാതൊരു പശ്ചാത്താപവുമില്ല. ഇങ്ങനെയുള്ള യുധിഷ്ഠിരനോട് ഇത്രയും ധീരന്മാരായ സഹോദരന്മാര്, ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാർ ഇവരൊക്കെ ഉള്ളപ്പോൾ അങ്ങ് എന്തിനാണ് ദുര്യോധനോട് ക്ഷമിച്ചത്? ദുര്യോധനോട് യുദ്ധം ചെയ്ത് നമുക്ക് രാജ്യം പിടിച്ചെടുക്കാമായിരുന്നല്ലോ എന്ന് ദ്രൗപദി പറയുന്നു. ശരിയാണ്, ആ ദ്രൗപദിയുടെ വാക്കുകൾ ശരിയാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആ സഹോദരന്മാരുടെ എല്ലാം മനസ്സിൽ ദുര്യോധനോട് യുദ്ധം തന്നെ വേണം, അതേ പോംവഴിയുള്ളൂ എന്ന് ഉറപ്പിച്ചു. അതിനുശേഷം ഒരു ദിവസം വ്യാസമഹാമുനി ഇവരെ തേടിയെത്തി. മുത്തച്ഛനായ വ്യാസനെ ഈ പാണ്ഡവരെല്ലാം യഥോചിതം സ്വീകരിച്ചു ആദരിച്ചിരുത്തി. അപ്പോൾ വ്യാസൻ പറഞ്ഞു, ധർമ്മജ, നിന്റെ മനോഗതങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വന്നത്. നിനക്ക് ഭീഷ്മരോട് ഭയമാണ്. അപ്പൊ ശാസ്ത്രവിധി അനുസരിച്ച് ആ ഭയം ഞാൻ മാറ്റിത്തരാം, അതോടെ നിന്റെ മനോദുഃഖവും മാറും എന്ന് പറഞ്ഞു. അതായത് ഭീഷ്മ പിതാമഹനോട് എതിർത്ത് യുദ്ധം ചെയ്യുന്നതിനോട് യുധിഷ്ഠിരന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ ഭീഷ്മ പിതാമഹനോടുള്ള ആ ഭയം വ്യാസഭഗവാൻ മാറ്റിക്കൊടുക്കാം, അത് കഴിയുമ്പോൾ നിന്റെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ മാറും എന്ന് അദ്ദേഹം പറയുന്നു. അതനുസരിച്ച് യുധിഷ്ഠിരനെ ഏകാന്തതയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പ്രതിശ്രുതി മന്ത്രം ഉപദേശിച്ചു. ഈ പ്രതിശ്രുതി മന്ത്രം ഉപദേശിച്ചിട്ട് അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു, നീ ഇത് അർജുനന് ഉപദേശിച്ചു കൊടുക്കണം. അർജുനൻ വളരെ മിടുക്കനാണ്, വീരശൂര പരാക്രമിയാണ്. അർജുനനെ ആരാലും തോൽപ്പിക്കാൻ കഴിയില്ല. ശ്രീനാരായണന്റെ ഒപ്പം നിൽക്കുന്ന നരൻ എന്ന് പറയുന്ന മഹർഷിയാണ് അർജുനൻ. നരനാരായണന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവൻ അച്യുതന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവനെ നീ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് അവൻ ദേവേന്ദ്രൻ, കുബേരൻ, വരുണൻ, യമധർമ്മൻ, പരശുരാമൻ, പരമശിവൻ ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് ദിവ്യാസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും എല്ലാം സ്വായത്തമാക്കണം. അതിനുവേണ്ടി നീ അവനെ പറഞ്ഞു വിടണം എന്ന് വ്യാസമുനി പറഞ്ഞിട്ട് അദ്ദേഹം അന്തർധാനം ചെയ്തു. ഇതനുസരിച്ച് യുധിഷ്ഠിരൻ ദ്വൈതവനം വിട്ട് എന്നിട്ട് അദ്ദേഹം അത്രയും മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾ ഈ ദ്വൈതവനം വിട്ട് കുറച്ചുകൂടെ വേറൊരു വനത്തിൽ പോകണം, എന്നും ഒരിടത്ത് തന്നെ താമസിക്കാൻ പാടില്ല, മാറി മാറി താമസിക്കണം. അപ്പൊ അവരെന്ത് ചെയ്തു? വ്യാസഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ദ്വൈതവനം വിട്ട് കാമ്യവനത്തിലെത്തി.
ആ കാമ്യവനത്തിൽ എത്തിയിട്ട് യുധിഷ്ഠിരൻ അർജുനന് പ്രതിശ്രുതി മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ദേവേന്ദ്രനെയും കുബേരനെയും വരുണനെയും ഒക്കെ കണ്ട് അവരുടെ നിന്നെല്ലാം ദിവ്യാസ്ത്രങ്ങളെല്ലാം വാങ്ങണം. ഈ ദേവന്മാരെന്ത് ചെയ്തു? അതായത് ഈ ഭീഷ്മരായാലും ദ്രോണാചാര്യരായാലും എല്ലാം അസ്ത്രവിദ്യയിൽ വളരെ പ്രാവീണ്യമുള്ളവരാണ്. അവരെ തോൽപ്പിക്കണമെങ്കിൽ വിശിഷ്ടമായ മറ്റ് പല അസ്ത്രങ്ങളും നേടേണ്ടതുണ്ട്. അതുകൊണ്ട് നീ ദേവേന്ദ്രനെ ആദ്യം കാണണം, തപസ് ചെയ്ത് അദ്ദേഹത്തെ നിന്റെ മുന്നിൽ വരുത്തിക്കണം എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. അതായത് വൃതാസുരനെ ഭയന്ന് ദേവന്മാര് എല്ലാ വിശിഷ്ട അസ്ത്രങ്ങളും ദേവേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നീ സ്വായത്തമാക്കണം, എങ്കിലേ നമുക്ക് യുദ്ധം ചെയ്താൽ തന്നെ ഈ ദ്രോണരെയും ഭീഷ്മരെയൊക്കെ തോൽപ്പിച്ച് രാജ്യം നേടാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞത്. ഇന്ന് തന്നെ നീ മന്ത്രദീക്ഷ സ്വീകരിച്ച് വ്രതം തുടങ്ങണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അർജുനൻ വ്രതത്തിനായിട്ട് പോകുന്നു. അപ്പം അങ്ങനെ മന്ത്രദീക്ഷ സ്വീകരിച്ച് ജ്യേഷ്ഠനോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞ് അർജുനൻ നടന്നു പോകവേ സകല ജീവികളും വഴിമാറിക്കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അർജുനൻ ഹിമാലയത്തിലെത്തി. അവിടെ നിന്നും ഗന്ധമാദന പർവ്വതത്തിലെത്തി അർജുനൻ രാപ്പകൽ നടന്ന് ഇന്ദ്രകീലത്തിന് സമീപമെത്തി. അങ്ങനെ ഇന്ദ്രകീലത്തിന് സമീപമെത്തി. അപ്പോ അർജുനൻ ഒരു ശബ്ദം കേട്ടു, നിൽക്കവിടെ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു ഹിമാലയത്തിലെത്തി. ഹിമാലയത്തിൽ നിന്ന് ഇന്ദ്രകീലത്തിലെത്തി. അപ്പം അങ്ങനെ നടന്നു പോവേ നിൽക്കവിടെ എന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. നാലുപാടും അർജുനൻ നോക്കിയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു മുനി ഇരിക്കുന്നു. ഒരു ബ്രാഹ്മണൻ, ബ്രഹ്മ തേജസ്സുള്ള ഒരു താപസൻ ഇരിക്കുന്നു. ചാപബാണങ്ങളും കവചവും ഖഡ്ഗവും എന്തിയ നീ ആരാണ്? ഇവിടെ ആയുധം എന്തിനാണ്? ഇവിടെ വളരെ സാധുക്കളായിട്ടോ ശാന്തരായിട്ടുള്ള താപസന്മാരാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു കളയൂ. എന്തിനാണ് ഇതൊക്കെ വെച്ചോണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ പറഞ്ഞിട്ടും പാർത്ഥൻ അതൊന്നും അനുസരിച്ചില്ല. ആരാണ് പാർത്ഥൻ? അർജുനൻ തന്നെയാണ്. അർജുനന്റെ 10 പേരുകളിൽ ഒരു പേരാണ് പാർത്ഥൻ. അപ്പൊ അദ്ദേഹം എന്തൊക്കെ താപസൻ പറഞ്ഞിട്ടും തന്റെ ആയുധങ്ങളും ഗാന്ധീവവും ആവനാഴിയും ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അപ്പൊ അവസാനം താപസൻ പറഞ്ഞു, അർജുന, ഇന്ദ്രനാണ് ഞാൻ, നിനക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അർജുനൻ ഇന്ദ്രനെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഭഗവൻ, അങ്ങയിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടാനാണ് ഞാൻ വന്നത്. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു, അസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ട് നീ എന്ത് ചെയ്യാനാണ്? ഇഷ്ടപ്പെട്ട സുഖഭോഗങ്ങളും ഐശ്വര്യവും ഒക്കെ നീ ആവശ്യപ്പെട്ടുള്ളൂ, നിനക്ക് തരാം. അപ്പൊ അർജുനൻ പറഞ്ഞു, എന്റെ മാത്രം സുഖഭോഗങ്ങൾ ഐശ്വര്യവും എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ എനിക്കാവില്ല. അതുകൊണ്ട് എനിക്ക് അസ്ത്രവിദ്യ അഭ്യസിച്ചിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് പോകും. അപ്പം ദേവേന്ദ്രൻ പറഞ്ഞു, വീര, നിനക്ക് നന്മ തന്നെ വരും. ഇനി ഭഗവാൻ ശങ്കരന്റെ ദർശനം നിനക്ക് നേടാനാകും. ഭഗവത് ദർശനത്തിന് ശേഷം നീ ഭഗവത് ദർശനത്തിനായിട്ട് നീ പ്രയത്നിക്കുക. അത് കഴിഞ്ഞ് നീ സ്വർഗത്തിലേക്ക് വരിക, നിനക്ക് മംഗളം ഭവിക്കട്ടെ. അവിടെ വെച്ച് നിനക്ക് ആയുധങ്ങളെല്ലാം, വിശിഷ്ടമായ അസ്ത്രങ്ങളെല്ലാം ഞാൻ തരാം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ദൃഢവൃതനായ അർജുനൻ ഹിമാലയം കടന്ന് ഒരു ഘോര വനത്തിലെത്തി. ആ വനം അതിമനോഹരമായിരുന്നു. അവിടെ അർജുനൻ തപസ്സാരംഭിച്ചു. അടുത്ത് ശ്രീ പരമേശ്വരനെയാണ് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകേണ്ടയാൾ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അർജുനൻ ഘോരമായ തപസ് അനുഷ്ഠിച്ചു. ആദ്യം 3 ദിവസം കൂടുമ്പോൾ പച്ച ഇല തിന്നു. പിന്നെ 6 ദിവസം കൂടുമ്പോൾ പഴുത്ത ഇല തിന്നു. അതിനുശേഷം 1 മാസം കൂടുമ്പോൾ അദ്ദേഹം ഉണക്ക ഇല തിന്നു. അങ്ങനെയാണ് തപസ് ചെയ്തത്. അത്ര ഘോരമായ തപസ്സാണ്. അപ്പൊ ഈ തപസ്സിന്റെ ഇതുകൊണ്ട്, ഇത്രയും ഉഗ്രമായ തപസ് ചെയ്യുന്ന അർജുനന്റെ ഈ ഘോര തപസ് കൊണ്ട് വനം മുഴുവൻ ചൂട് പിടിച്ചുപോയി.
അപ്പൊ അവിടെ ചൂട് കൂടിയപ്പോ താപസന്മാർക്കൊന്നും അവിടെ ഇരുന്ന് ആശ്രമങ്ങളിൽ ഇരുന്ന് ഒന്നും പിന്നെ വ്രതങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. അവരെല്ലാരും കൂടെ നേരെ പരമശിവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അർജുനന്റെ ഘോരമായ തപസ്സുകൊണ്ട് ചൂട് സഹിക്കാനാകുന്നില്ല, അത്ര കഠിനമായ പിന്നെ തപസ്സാണ് അർജുനൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, താമസം വിന ഞാൻ അർജുനനെ കാണുന്നതാണ്. അപ്പോ താപസന്മാർ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴും അർജുനൻ തപസ്സാണ്. അപ്പോ പെരുവിരലില് ഒരു വിരലില് കാലൂന്നി കൈ രണ്ടും മേൽപോട്ടാക്കി ഉഗ്രമായ തപസ് ചെയ്തുകൊണ്ടിരുന്നു. ശ്രീപരമേശ്വരൻ സുന്ദരനായ ഒരു വേടന്റെ രൂപം ധരിച്ച് അമ്പും വില്ലുമേന്തി പാർവതിയോടൊപ്പം പാർത്ഥന്റെ മുന്നിലെത്തി. അപ്പൊ ഭൂതഗണങ്ങളും പല വേടന്മാരുടെ രൂപത്തിൽ അദ്ദേഹത്തോടൊപ്പം അനുചരന്മാരായിട്ടുണ്ടായിരുന്നു. ആ സമയം മൂകൻ എന്ന ഒരു രാക്ഷസൻ, അവൻ ഒരു കാട്ടുപന്നിയുടെ രൂപം പൂണ്ട് അർജുനനെ പിടിക്കാനായിട്ട്, അർജുനനെ വകവരുത്താനായിട്ട് ഒരുങ്ങുന്നത് ഭഗവാൻ കണ്ടു. അർജുനൻ പന്നിയെ കണ്ട് ഗാന്ധീവം കുലച്ച് ഞാണൊലി മുഴക്കിക്കൊണ്ട് പറഞ്ഞു, ദുഷ്ട, നിരപരാധിയായ എന്നെ നീ കൊല്ലാൻ ഒരുങ്ങുന്നു, നിന്നെ ഞാൻ കാലപുരിക്കയക്കും. പാർത്ഥൻ ബാണം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വേടവേഷം ധരിച്ചെത്തിയ പരമശിവൻ തടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇതിനെ കൊല്ലരുത്, ഞാൻ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ച അതാണ്, അതുകൊണ്ട് ആ പന്നിയെ ഞാൻ തന്നെ കൊല്ലും. അപ്പൊ ദേവന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അർജുനൻ പന്നിയുടെ നേരെ ബാണം പ്രയോഗിച്ചു. അതേസമയം പരമശിവനും ബാണം പ്രയോഗിച്ചു. രണ്ട് ബാണങ്ങളും മൂകൻ എന്ന് പറയുന്ന ദാനവന്റെ ശരീരത്തില് ഏറ്റു. തുടർന്ന് അസംഖ്യം ബാണങ്ങൾ അസുര ശരീരത്തിൽ തറച്ചു. അപ്പൊ ഈ വരാഹ രൂപം വെടിഞ്ഞ് സ്വന്തം രൂപം ധരിച്ച രാക്ഷസൻ മരണമടഞ്ഞു. അർജുനൻ വേടനോട് ചോദിച്ചു, നീ ആര്? ഈ വിജനപ്രദേശത്തെ കൂട്ടം കൂടി നടക്കുന്ന എന്തിനാ? അതായത് പരമശിവനോടൊപ്പം പാർവതിയുണ്ട് വേടത്തിയായിട്ട്, പിന്നെ കുറെ അനുചരന്മാരെല്ലാം വേടന്മാരായിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നത്? നീ ആരാണ് എന്ന് അർജുനൻ പരമശിവനോട് ചോദിച്ചു. ഞാൻ നേരത്തെ ഉന്നം വെച്ച ഈ പന്നിയെ നീ എന്തിനു കൊന്നു? നിന്നെ ഞാൻ ജീവനോട് വിടില്ല എന്ന് ആ വേടനോട് അർജുനൻ പറഞ്ഞു. അപ്പോ വേടൻ പറഞ്ഞു, ഈ പന്നി ആദ്യം എയ്തത് ഞാനാണ്, ഇതിനെ വധിച്ചത് ഞാനാണ്, കരുത്തുണ്ടെങ്കിൽ നില്ല് നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ആ കാട്ടുപന്നിയുടെ പേരിൽ തർക്കമുണ്ടായിട്ടും രണ്ടുപേരും അവസാനം തമ്മിൽ യുദ്ധം ചെയ്യാം എന്നുള്ള ഒരു നിലപാട് എടുത്തു. അർജുനൻ കോപം കൊണ്ട് വിറച്ചു. തുടർന്ന് വേടന്റെ മേൽ ശരമാരി ചൊരിഞ്ഞു. യുദ്ധം തുടങ്ങി രണ്ടുപേരുമായിട്ട്. അങ്ങനെ അർജുനൻ ആ വേടന്റെ ശരീരത്തിലേക്ക് അമ്പുകൾ എയ്തു. അർജുനൻ അയച്ച അമ്പുകളെല്ലാം വേടൻ പിടിച്ചെടുത്തു. ആ അമ്പുകളൊക്കെ ആ വേടൻ പിടിച്ചെടുത്തു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മടയാ, ഒട്ടും കുറയ്ക്കണ്ട, ഇനി എയ്തോളൂ എന്ന് പറഞ്ഞു. അർജുന്റെ കയ്യിലുള്ള അമ്പുകൾ മുഴുവൻ തീർന്നു. തുടർന്ന് വില്ലുകൊണ്ട് വേടനെ അടിക്കാൻ ശ്രമിച്ചു. അപ്പൊ വില്ലും വേടൻ പിടിച്ചെടുത്തു. പാർത്ഥൻ വാളെടുത്തു. അത് പ്രയോഗിച്ചപ്പോൾ അത് രണ്ടായി മുറിഞ്ഞു വീണത്. തുടർന്ന് മുഷ്ടിയുദ്ധമായി. രണ്ടുപേരും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടുള്ള പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പൊ വേടന്റെ മുഷ്ടിപ്രയോഗത്തിൽ അർജുനൻ അവശനായി. വേടന്റെ കൈയിൽ കിടന്ന അർജുനൻ അനങ്ങാൻ കഴിയാതെ ഞെരിഞ്ഞു. അർജുനൻ ബോധം കെട്ടു. അല്പം കഴിഞ്ഞ് സുബോധം വന്നപ്പോൾ അർജുനൻ നിലത്ത് മണ്ണുകൊണ്ടൊരു ശിവപ്രതിമ ഉണ്ടാക്കി ആ ശിവലിംഗത്തിൽ ശരണാഗതനായിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോ ഈ പുഷ്പങ്ങൾ ഇങ്ങനെ അർപ്പിക്കുന്നത് മുഴുവനും ആ വേടന്റെ ശിരസിലാണ് പതിയുന്നത്. അത് കണ്ട് അർജുനൻ സന്തോഷിച്ചു. പാർത്ഥൻ വേടന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ അടുത്ത എപ്പിസോഡിൽ. എല്ലാവർക്കും നമസ്കാരം.